അങ്ങനെ എനിക്ക് മണവാട്ടിയുടെ 8ന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും എന്നെ കാണുമ്പോൾ എന്താ മണവാട്ടിയാക്കാൻ തോന്നുന്നത്? മണവാട്ടി സൂപ്പർ ആയിരുന്നു കേട്ടോ. ഓ താങ്ക് യു. സുന്ദരിയല്ലേ? സോപ്പ്. ഓക്കെ, അപ്പൊ ഏതായാലും ഇനി എനിക്ക് എന്റെ പണി തുടങ്ങാലോ അല്ലേ? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, എന്നാ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ കണ്ടസ്റ്റന്റ് യുമ്നയാണെന്ന് പറയാം. പറഞ്ഞോളൂ രണ്ടുപേരും കൂടെ. ഇന്നത്തെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് യുമ്നയാണ്. ലെറ്റ്സ് വെൽക്കം യുമ്ന. യുമ്നക്കുട്ടി, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് അഗൈൻ. താങ്ക് യു. ഞാൻ എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? എന്താ പറഞ്ഞേ? എന്നെ പിന്നെ ഇവിടേക്ക് ക്ഷണിച്ചതാ. ഹായ്, ഗ്രാമർ വരെ കറക്റ്റ് ആയിട്ട്. വെരി ഗുഡ്. ഏത് ക്ലാസ്സിലോ? സെക്കൻഡിലോ? ഞാൻ കുനിഞ്ഞിരിക്കണോ? വേണ്ട. ഇതെന്താ ജ്വല്ലറിയുടെ പരസ്യോ? ഇത് ആരുടെ മാലയത്? ഇതെന്റെ ഉമ്മയുടെ. ഉമ്മയുടെ മാലയാ? ആഹാ, ഞാൻ എപ്പോ ഒന്നാലും യുമ്നയുടെ മാല എനിക്കൊരു വീക്ക്നെസ് ആണ് കേട്ടോ. ഇതെന്താ? അതിന്റെ ദീദിന്റെ. ആ, എല്ലാം മറ്റുള്ളവരുടെയാണ് കേട്ടോ. ദീദിയുടെ. ഈ വള നമ്മുടെയാണല്ലേ? ഈ കമ്മൽ ആരുടെയാ? ഈ കമ്മൽ ഒരു തന്നത് അവിടുത്തെ ആള്. അത് വേറെ ആള് തന്നതാ. ഓക്കെ, അപ്പോ ഇന്ന് കോമഡി റൗണ്ടിലാണോ? അതെ. അതിനു മുമ്പ് ആദ്യത്തെ എപ്പിസോഡിൽ ഇതൊക്കെ കണ്ടിട്ട് എന്താ പറഞ്ഞേ ഫ്രണ്ട്സ് ഒക്കെ? നല്ല അടിപൊളിയായിരുന്നു. അടിപൊളി. വേറെ എന്തെങ്കിലും ആൾക്കാര് വേറെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, വേറെ ഒന്നും പറഞ്ഞില്ല. സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞോ? പറഞ്ഞു അല്ലേ? പിന്നെയും നമുക്ക് അതൊക്കെ പറയിപ്പിക്കണം. അതോടൊപ്പം തന്നെ നന്നായി പാടിയെന്നും പറയിപ്പിക്കണം. അപ്പൊ ഏത് സോങ്ങാ? പൂവറുക്കണ ബിയാത്തോ. ഓക്കെ, അപ്പൊ നല്ലപോലെ പാടും കേട്ടോ. ഇതാ യുമ്നക്കുട്ടിയുടെ സ്ഥിരം ഫാൻസ് അവിടെ വീട്ടിലിരുന്ന് കാണുന്നുണ്ട്. അപ്പൊ നല്ലപോലെ പാടുക. റെഡി? ഓൾ ദി ബെസ്റ്റ്. പൂവറുക്കണ ബിയാത്തൊട്ടേ പുതുമ കേട്ടോടി ബിയാത്തു. പൂവറുക്കണ ബിയാത്തൊട്ടേ പുതുമ കേട്ടോടി ബിയാത്തു. കൽവിലിത്തിരി കവിത പാടൻ കഥയറിഞ്ഞൊടി ബിയാത്തു. പൂവറുക്കണ ബിയാത്തൊട്ടേ പുതുമ കേട്ടോടി ബിയാത്തു. കൽവിലിത്തിരി കവിത പാടൻ കഥയറിഞ്ഞൊടി ബിയാത്തു. പൂവറുക്കണ ബിയാത്തു.
കുട്ടിപ്പട്ടർമാൽ നമ്മുടെ കുട്ടി യുമ്നയുടെ സോങ് ആയിരുന്നു നമ്മൾ കേട്ടത്. യുമ്നക്കുട്ടി രസമായിട്ടാ പാടി. അത് മാത്രമല്ല ഓരോ നമ്പേഴ്സും പുറത്തിറങ്ങുന്നേ ഉള്ളൂ. യുമ്ന എത്ര നന്നായിട്ട് കഴിഞ്ഞ തവണ താളടിക്കുന്നതായിരുന്നു ഹൈലൈറ്റ്. ഇത്തവണ ആ ഡാൻസ് ഒക്കെ ആയിരുന്നു, ആ കണ്ണുകൊണ്ടുള്ള ആ ഒരു എക്സ്പ്രഷൻസ്. എന്തൊക്കെ ആരോ പഠിപ്പിച്ചേനെ? എല്ലാം ഉമ്മയാണ്, ഉമ്മക്കുട്ടിയാണ് ഞങ്ങള് അല്ലേ. ഈ ഡ്രസ്സ് ഉമ്മ തന്നെ സ്റ്റിച്ച് ചെയ്തെന്നാണോ? അതും എൻ്റെ ഉമ്മയാണ് തയ്ച്ചതാണ്. ഉമ്മയാണ് എല്ലാം സെലക്ട് ചെയ്ത് തരിക അല്ലെ, എല്ലാ കാര്യങ്ങളും. ഓക്കെ മോളു, അപ്പൊ നമുക്കിനി ഒരു ഒത്തിരി ഞാൻ മുറിച്ചെടുത്തോട്ടെ ഇവിടുന്ന്. കവള് മുറിച്ചെടുക്കട്ടെ? അതൊന്നും പറ്റുമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഏതായാലും ഈ ഒരു സോങ്ങിനെ കുറിച്ച് എങ്ങനെ പാടിയെന്നൊക്കെ ഉള്ളത് ആദ്യം നമുക്ക് ഫിറോസിക്കയുടെ അടുത്ത് ചോദിക്കാം. ഫിറോസിക്ക, യുമ്നക്കുട്ടി എന്തോ ഭാവങ്ങൾ ഇങ്ങനെ മിന്നി മറയുകയായിരുന്നു മുഖത്ത്. എന്തായിരുന്നു എനർജി! തകർത്തു. എൻ്റെ മോളുടെ പ്രായം. ഞാനൊന്നിങ്ങനെ എടുത്തിട്ട് പാടിക്കട്ടെ മോളെ. അങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് വരട്ടെ. പുതുമ കേട്ടോടി ബിയാത്തു, കൽവിലിത്തിരി കവിത പാട്ടണ കഥയറിഞ്ഞോടി ബിയാത്തു, പൂവറുക്കണ ബിയാത്തു. ഞാൻ ഇവിടുന്ന് പറയാം, എന്താ പറയാ, ഇത് തന്നെ ഞാൻ എല്ലാം തന്നു. കണ്ണ് നിറയുന്നു എനിക്ക്. ഗംഭീരമായി പാടി കേട്ടോ. കമൻറ്റ് പ്രേക്ഷകരോടാ പറയേണ്ടത്. പക്ഷെ ഞാൻ എവിടെയാ നോക്കേണ്ടതെന്ന് ആലോചിക്കുന്നു. അസാധ്യമായി പാടി. ആ കോമഡി ഒക്കെ കൊണ്ടുവന്നു, അതിൻ്റെ എല്ലാ കളറും കൊണ്ടുവന്നു. എവിടെ ഉപ്പ ആരാ കൂടെ വന്നത്? ലക്കി ഫാദറാണ് കേട്ടോ. പ്രേക്ഷകരോട് പറയുന്നത് ഇതൊക്കെ ഒരു പ്രതിഭയാവാനുള്ള കുട്ടിയാണ്. എവിടേക്കോ എത്താനുള്ള ഒരു പ്രതിഭയാണിത്, സംശയമില്ല. ഇനിയിപ്പോൾ മറ്റു പാട്ടുകളൊക്കെ ഞങ്ങൾ എടുത്തു കൊടുക്കുന്ന മറ്റ് റൗണ്ടുകളിലൊക്കെ ഈ പാട്ടുകളൊക്കെ ഓരോ വെറൈറ്റിയും എടുത്ത് പാടുമ്പോൾ ഇങ്ങനെ തെളിയിക്കാൻ പോവുകയാണ് ഞാൻ ഒരു വേഴ്സറ്റൈൽ എന്താ പറയുക ആർട്ടിസ്റ്റാണെന്ന് കുട്ടികളിങ്ങനെ തെളിയിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഉത്തമോദാഹരണമാണ് മോളൊക്കെ. എല്ലാ മംഗളങ്ങളും കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക, ഒരുപാട് സന്തോഷം. ഓക്കെ യുമ്ന, ഇങ്ങനെ ഫിറോസിക്ക എടുത്തല്ലേ? എന്ത് രസമായിരുന്നു ടി വിയിൽ വരുമ്പോൾ കാണണം കേട്ടോ, ഫിറോസ്കയുടെ ഒക്കെ തിരുന്ന് പാടണേ. ഓക്കെ, സോ ക്യൂട്ട്. അപ്പൊ നമുക്കിനി രഹനത്തോട് ചോദിക്കാം. മിത്ത, എന്താ പറയണ്ടേ, അത്രയ്ക്കും അടിപൊളിയായിരുന്നു മോളെ. ആ ഡ്രസ്സും മൊത്തം ഇങ്ങനെ തിളങ്ങാണ് അവള് കേട്ടോ. ചിരിക്കുമ്പോഴൊക്കെ എന്ത് ഭംഗിയാ കാണാൻ. ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ പറയില്ലേ കണ്ണ് കെട്ടാണ്ടിരിക്കട്ടെ. അങ്ങനെ ഒരു സുന്ദരി കുട്ടി. ഓരോന്ന് തുടക്കം മുതൽ എനിക്ക് ആ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായി അല്ലേ. എന്ത് രസമായിട്ടാണത്. അത്രയും ആ കോമഡിയൊക്കെ ആ പാട്ടിലൂടെ ശരിക്കും എന്ത് ഭംഗിയായിട്ട് കൊണ്ടുവന്നേ. പിന്നെ അത് കഴിഞ്ഞ് ഫിറോസ്ക്ക് അവിടെ വന്ന് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് പാടട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ ഓർക്കസ്ട്ര തുടങ്ങി. ആ കറക്റ്റ് തുടങ്ങി. എനിക്കത് ഭയങ്കര ഇഷ്ടമായി മോളെ. അത്രയും മോളെ മനസ്സിലാ പാട്ടേ. കാരണം എവിടെയാ തുടങ്ങണ്ടേന്നൊക്കെ നമ്മളത് കറക്റ്റ് കോമ്പറ്റീഷനും കൂടിയല്ലേ. അപ്പം എന്തായാലും മോളെ പഠിക്കാനൊക്കെ എങ്ങനെയാ? കുഴപ്പമില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ഇല്ലല്ലോ. കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. ഇല്ല എന്തായാലും നല്ല സ്മാർട്ടാകും മോള് അല്ലേ. അപ്പം ഇങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ട് എങ്ങനെ ഫസ്റ്റ് കുട്ടിപ്പട്ടർമാൽ കണ്ടപ്പോൾ എന്തൊക്കെയാ പറഞ്ഞേ? എല്ലാവരും പറഞ്ഞ സൂപ്പറായി. സൂപ്പറായി. എങ്ങനെ ഒത്തിരി ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോന്നൊക്കെ ചോദിച്ചോ? എങ്ങനെയാ ഇവിടെ എങ്ങനെ കൈരളിയിൽ എങ്ങനെയാ എല്ലാവരും ചോദിച്ചോ? എല്ലാവരും നല്ലവരാന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ മോളെ ഇനി വരുന്ന പാട്ടുകളൊക്കെ നന്നായിട്ട് തന്നെ കൊണ്ടുപോവാ. എനിക്ക് എന്നിട്ട് എവിടെയാ കോമഡി പോലും വിട്ടു പോവാണ്ട് അതുപോലും നന്നായിട്ട് ചെയ്തു. അടിപൊളി കേട്ടാ. താങ്ക് യു രഹനത്ത. സജല, യുമ്ന കുട്ടി നന്നായി പാടി മോളൂ. ആൻഡ് യു ലുക്ക് സോ നൈസ്. നല്ല രസമുണ്ട് കാണാന്. ആ മാല ഗോൾഡ് ആണോ? ഗോൾഡൻ അല്ല. ഇല്ല, എന്നാ എനിക്ക് തരാമല്ലോ അല്ലേ. നല്ല രസമുണ്ട്. സ്റ്റേജിലൊക്കെ നമുക്ക് ഇടാമല്ലോ അല്ലേ. നമ്മളൊരു സ്റ്റേജിൽ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ തിരൂര് അടുത്തല്ലേ. അപ്പം മോള് നല്ല അറബിക് സോങ് ഒക്കെ പാടുന്ന കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. രണ്ടുപേര് പാടുമോ? എല്ലാരും കേൾക്കട്ടെ. ودل
വേണ്ട. ഇവിടെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാതരം പാട്ട് പാടാനുള്ള കഴിവുണ്ട് അല്ലേ? അതിങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മോള് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഈ ജേണി അതുപോലെ ഇങ്ങനെ മുന്നോട്ട് പോവുക, ഫൈനൽസ് വരെ എത്തണം. പിന്നെ ആരെയാണ് ബിയാത്തു എന്ന് വിളിച്ചത്? എന്നെയാണോ? എന്നെ നോക്കി പാടിയതുപോലെ തോന്നി. പിന്നെ കമറുഖാനൊക്കെ പോക്കർഖാനൊക്കെ വിളിക്കുന്ന കണ്ടു. കമറുഖാൻ ശ്രദ്ധിച്ചോ? ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ബിയാത്ത് ഞാനല്ല അല്ലേ? സജിലത്തിരുന്ന് ആണോ? ലാസ്റ്റ് മാത്രമേ ഞാൻ രഹനത്താനാക്കിയിട്ടുള്ളൂ. അല്ലേ? കൊറേ എന്നെ ആക്കുമ്പോ ദേഷ്യം പിടിച്ചാലോന്ന് വിചാരിച്ചിട്ട് രഹനത്തക്കും ബിയാത്തു എന്നുള്ള പേരിട്ടു. നന്നായി മോളെ, നല്ല ആറ്റിറ്റ്യൂഡ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു സജില. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് മാർക്സിലേക്ക് പോവാം. രഹനത്ത 34 മോളെ. താങ്ക് യു. രഹനത്ത 34 മാർക്സാ 35-ല്. അപ്പൊ എത്ര മാർക്ക് കുറഞ്ഞു? 1 മാർക്ക് കുറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഫിറോസിക്ക് എത്ര മാർക്കാ തരാന്നുള്ളത് ചോദിച്ചു നോക്കാം. ഫിറോസിക്ക സെയിം 34 out of 35. ഇനി 20-ല് യുംന, നല്ല പാട്ടൊക്കെ പാടിയില്ലേ അല്ലേ? ഞാൻ എത്ര തരാ? 18.5 വേണോ 19 വേണോ? 90. ഓക്കെ, 90. അങ്ങനെ 87 ആണ് 90-ല് ലഭിച്ചിട്ടുള്ളത്. 88, 89, 90 3 മാർക്ക് പോയിട്ടുള്ളൂ. ഇനി ഔട്ട് ഓഫ് 10-ലും കൂടെ ഉണ്ട്. അതും നമുക്ക് നല്ല മാർക്ക് കിട്ടും അല്ലേ? പക്ഷെ അത് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും അടുത്ത റൗണ്ടിൽ ഇതുപോലെ തന്നെ നല്ല സുന്ദരി കുട്ടിയായിട്ട് വരിക. വീണ്ടും നമുക്ക് നമ്മളെ ഞെട്ടിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.